കേന്ദ്ര സഹമന്ത്രി സ്ഥാനം തികച്ചും അപ്രതീക്ഷിതമെന്ന് പറയുന്നു ജോർജ് കുര്യൻ 24-നോട്. കേരളത്തിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കും. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ജനങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഉറപ്പ്. വികസനം നടപ്പാക്കുന്നത് തന്റെ കർത്തവ്യമാണെന്നും ജോർജ് കുര്യൻ 24-നോട്. അപ്രതീക്ഷിതമായി മന്ത്രിസഭയിലെത്തിയതിനെക്കുറിച്ചും ജോർജ് കുര്യൻ 24-നോട് മനസ്സ് തുറന്നു. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും, അത് ജനങ്ങൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാർ, അവരാണല്ലോ ഈ വികസനത്തിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുമായിട്ട് തീർച്ചയായിട്ടും സഹകരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ കേന്ദ്രവും കേരളവും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകുമെന്നും കാലാകാലങ്ങളായുള്ള എയിംസ് എന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുമെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. ഭർത്താവിന് ലഭിച്ച നേട്ടം ആദരവോടും സന്തോഷത്തോടു കൂടിയും കാണുന്നുവെന്ന ഭാര്യ അന്നമ്മയും 24-നോട് പ്രതികരിച്ചു. നമ്മളോടൊപ്പം ഇവരെല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു സന്തോഷം, അഭിമാനം, എല്ലാവരും നമ്മുടെ ആൾക്കാർ തന്നെ, നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എല്ലാവരും എന്നുള്ള ആ ഒരു തോന്നൽ, അത് ഉറപ്പിക്കാൻ പറ്റിയേ. ജോർജ് കുര്യന് ഏത് വകുപ്പ് ലഭിക്കുമെന്നതിൽ ഇന്ന് തന്നെ വ്യക്തത വരും. അതിനുശേഷം ഉടൻ തന്നെ ചുമതല ഏറ്റെടുക്കാനാണ് ജോർജ് കുര്യന്റെ തീരുമാനം. 24 ഡൽഹി.